Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്റർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ്. എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് മേ ഇഷ്യൂ പ്രിഫറൻസ് ഷെയർസ് വിച്ച് ആർ ലയബിൾ ടു ബി റിഡീംഡ് വിത്തിൻ എ പീരീഡ് നോട്ട് എക്സീഡിങ് 20 years ഫ്രം ദ ഡേറ്റ് ഓഫ് ദയർ ഇഷ്യൂ. സാധാരണ ഒരു കമ്പനി പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് റിഡീം ചെയ്യുക അതിൻ്റെ ഒരു 20 വർഷത്തെ ഇഷ്യൂ ചെയ്ത അന്ന് മുതലുള്ള 20 വർഷത്തിൻ്റെ ഉള്ളിലായിരിക്കണം അത് റിഡീം ചെയ്യുന്നത്. However, the infrastructure companies can issue preference share for period exceeding 20 years but not exceeding 30 years. ഇനി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഒക്കെ ഉള്ള അതായത് നല്ല സാമ്പത്തികമായിട്ട് സൗണ്ടായിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ അവർ 20 വർഷം കഴിഞ്ഞിട്ടായാലും അവർക്ക് എന്ത് ചെയ്യാം, ഈ റിഡംഷൻ നടത്താം. പക്ഷേ 30 വർഷത്തിൽ കൂടുതലാവരുത്. ഈ ഒരു കാര്യമാണ് നമുക്ക് ഇൻട്രോ പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. കോർപ്പറേറ്റ് അക്കൗണ്ട്സിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. കാരണം നമ്മൾ ഡിബഞ്ചറിൻ്റെ കേസ് പഠിച്ചു, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ പഠിച്ചു. അതിൻ്റെ അത്ര തന്നെ ഇല്ല. പിന്നെ ആ ചാപ്റ്റർ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ അത്രയ്ക്ക് സിമ്പിളാണ്. ജസ്റ്റ് എന്താ പറയുക, നെയിം മാത്രം മാറ്റി കൊടുക്കാനേ ഉള്ളൂ. Redeemable preference shares are those shares which are repayable after a fixed period or earlier at the discretion of the company. ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫിക്സഡ് പീരീഡോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ റീപേയ്മെൻറ്റ് നടത്തേണ്ട ഒരു ഷെയറാണ് പ്രിഫറൻസ് ഷെയർ. അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു സെക്ഷൻ 55 സബ്സെക്ഷൻ ഐ ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 എ കമ്പനി കനോട്ട് ഇഷ്യൂ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം കമ്പനിക്ക് എന്ത് ഇഷ്യൂ ചെയ്യാൻ പറ്റൂല, ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റൂല. നെക്സ്റ്റ് പറയുന്നത് മീനിങ് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. എന്താണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ? റിഡംഷൻ മീൻസ് നമുക്ക് എന്താണെന്ന് അറിയാലോ. റിഡംഷൻ മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ദസ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ടു ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റീപേയ്മെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്രൊവിഷൻസ് ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ കണ്ടീഷൻ. എന്തൊക്കെ കണ്ടീഷനാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുമ്പോൾ നോക്കേണ്ടത് എന്നാണ് പറയുന്നത്. സെക്ഷൻ 55 കമ്പനീസ് ആക്ട് 2013 ഇത് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് ദ ഷെയർസ് ടു ബി റെഡീം മസ്റ്റ് ബി ഫുള്ളി പെയ്ഡപ്പ്. നമ്മൾ ഏത് ഷെയർ ആണോ റെഡീം ചെയ്യുന്നത് അത് ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കണം. അതായത് അലോട്ട്മെൻറ്റ് മണി, ഫസ്റ്റ് കോൾ മണി അടച്ചിട്ടുണ്ടാവും, ഫൈനൽ കോൾ മണി അടച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഷെയർസ് റെഡീം ചെയ്യരുത്. എല്ലാ എമൗണ്ടും അടച്ച ഷെയർസ് ആയിരിക്കും റെഡീം ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ദ ഷെയർസ് ഷുഡ് ബി റിഡീംഡ് ഏതർ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി അവൈലബിൾ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻഡ് ഓർ ഔട്ട് ഓഫ് പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് മെയ്ഡ് ഫോർ ദ പേർപ്പസ് ഓഫ് റിഡംഷൻ. നമുക്ക് റിഡീം ചെയ്യണമെങ്കിൽ കയ്യിൽ എന്ത് വേണം? ക്യാഷ് വേണം. ഈ ക്യാഷ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്നെങ്കിൽ കമ്പനി ഡിവിഡൻഡ് കൊടുക്കാൻ മാറ്റിവെച്ച പ്രോഫിറ്റിൽ നിന്നോ അല്ലെങ്കിൽ പുതുതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്തും കൊണ്ടായിരിക്കണം നമ്മൾ ഈ റിഡംഷൻ നടത്തേണ്ടത്. തേർഡ് കണ്ടീഷൻ പറയുന്നത് എനി പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ മസ്റ്റ് ബി പ്രൊവൈഡഡ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി or out of the company's security premium reserve account. Generally, it is provided out of security premium reserve. If there is an existing security premium reserve or premium on fresh issue, it also be noted the redemption of premium can be provided out of any other capital profit in addition to the security premium reserve. ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ റിഡംഷൻ ചെയ്യേണ്ടത് പ്രീമിയത്തിലാണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ 10 രൂപയുടേത് 12 രൂപയ്ക്കാണ് റിഡീം ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ പ്രീമിയമായി അടയ്ക്കുന്ന എമൗണ്ട് ഇല്ലേ, നമ്മൾ പ്രീമിയം ആയിട്ട് എക്സ്ട്രാ 2 രൂപ അടയ്ക്കുന്നില്ലേ, അത് നമ്മൾ എവിടെ നിന്ന് എടുക്കണം? കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നോ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നോ, ജനറൽ റിസർവ് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്നോ എടുക്കണം. സാധാരണയായിട്ട് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് യൂസ് ചെയ്തും കൊണ്ടാണ് റിഡംഷൻ്റെ പ്രീമിയം റീപേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ. ഫോർത്ത് കേസ് പറയുന്നത് വേർ എനി സച്ച് ഷെയർസ് ആർ റെഡീംഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് അവൈലബിൾ ഫോർ ഡിവിഡൻഡ് ആൻഡ് എമൗണ്ട് ഈക്വൽ ടു ദ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ടു ബി റെഡീംഡ് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ഔട്ട് ഓഫ് ദ ഡിവിസിബിൾ പ്രോഫിറ്റ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. നമ്മൾ ഡിബഞ്ചറിൻ്റെ കേസ് പഠിച്ചപ്പോൾ പറഞ്ഞ് പ്രോഫിറ്റ് യൂസ് ചെയ്താണ് റിഡംഷൻ നടത്തുന്നതെങ്കിൽ നമ്മൾ DRR അക്കൗണ്ട്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന്. അതുപോലെ തന്നെ ഇവിടെ പ്രോഫിറ്റ് യൂസ് ചെയ്തിട്ടാണ് റിഡംഷൻ നടത്തുന്നതെങ്കിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റ്, ദ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഓൺലി ഫോർ ദ ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്.
CRR ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസിന് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. 6th one, നോട്ടീസ് ഫോർ ദ റിഡംഷൻ മസ്റ്റ് ബി സെൻഡ് ടു രജിസ്ട്രാർ കമ്പനീസ് വിത്തിൻ ദ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിഡംഷൻ. റിഡംഷൻ ടൈം എന്നാണോ വരുന്നത് ആ ദിവസം മുതലുള്ള 30 ദിവസത്തിൻ്റെ ഉള്ളിൽ രജിസ്ട്രാർ കമ്പനിക്ക് നമ്മൾ എന്തായിക്കണം, റിഡംഷൻ്റെ നോട്ടീസ് അയക്കണം. 7th പോയിന്റ് പറയുന്നത് ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ഇസ് നോട്ട് ബി കൺസിഡർഡ് ആസ് എ റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഹെൻസ് ദ കമ്പനി മേ ഇഷ്യൂ ഷെയർസ് അപ് ടു നോമിനൽ എമൗണ്ട് ഓഫ് ദ ഷെയർസ് റിഡീംഡ്. റിഡംഷൻ നടത്തുമ്പോൾ, അതായത് ഈ ഒരു പ്രിഫറൻസ് ഷെയറിൻ്റെ പൈസ നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ കുറഞ്ഞതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറിൽ പറയുന്നത്. ഇത് തിയറി പാർട്ടാണ്, ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സോഴ്സസ് ഓഫ് റിഡംഷനാണ്. ഏതൊക്കെ വഴിയാണ് നമുക്ക് പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് എന്താണ്, റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യാം. സെക്കൻഡ് വൺ, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, റിഡീം ചെയ്യാം. തേർഡ് വൺ, റിഡംഷൻ പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഈ നമ്മൾ ആദ്യം പറഞ്ഞ രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ, അതായത് കുറച്ച് നമുക്ക് ഇഷ്യൂ ചെയ്യാം, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റിൽ നിന്ന് എടുക്കാം. ഈ 3 രീതിയിലാണ് നമ്മൾ റിഡംഷൻ നടത്തുക. അതിൽ ഫസ്റ്റ് കേസ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ് ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. A company issue new shares and proceed from such issue are used for redemption of preference shares. സാധാരണയായിട്ട് കമ്പനി പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് എടുത്തിട്ട് റിഡംഷൻ നടത്തും. ദ കമ്പനി മേ ഇഷ്യൂ ഫ്രഷ് ഷെയർസ് ഏത് അറ്റ് പാർ ഓർ അറ്റ് പ്രീമിയം. സാധാരണയായിട്ട് നമുക്കറിയാം കമ്പനി ഈ ഇഷ്യൂ നടത്തുന്നത് ഒന്നെങ്കിൽ പാറിലോ അല്ലെങ്കിൽ പ്രീമിയത്തിലോ ആയിരിക്കും. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ഷെയർ പ്രീമിയം ഔട്ട് ഓഫ് ന്യൂ ഇഷ്യൂ കനോട്ട് ബി യൂസ്ഡ് ഫോർ റിഡംഷൻ. നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ പ്രീമിയം എമൗണ്ട് നമ്മൾ റിഡംഷന് വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. ദാറ്റ് മീൻസ് ഓൺലി ഫേസ് വാല്യൂ ഓർ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് സോ ഇഷ്യൂഡ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ റിഡംഷൻ. ഇങ്ങനെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ മാത്രമാണ് റിഡംഷന് വേണ്ടി യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഹൗവർ ദ ഷെയർസ് പ്രീമിയം from the fresh issue can be used to provide premium payable on redemption. It may also be noted that the redeemable preference shares cannot be redeemed by using debentures. അതായത് ആ പ്രീമിയം നമുക്ക് വേണമെങ്കിൽ റിഡംഷൻ്റെ പ്രീമിയം അടയ്ക്കാൻ യൂസ് ചെയ്യാം. ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാവണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിഡംഷൻ നടത്താൻ വേണ്ടിയിട്ട് ഡിബഞ്ചർ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷൻ ചെയ്യണമെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് റിഡീം ചെയ്യാൻ പാടില്ല. എന്തുമാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, ഷെയർസ്. ഡിബഞ്ചറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമുക്ക് ഷെയർസും ഇഷ്യൂ ചെയ്യാമായിരുന്നു, ഡിബഞ്ചേഴ്സും ഇഷ്യൂ ചെയ്യാമായിരുന്നു. ഇവിടെ എന്താണ്, ഷെയർസ് മാത്രം ഇഷ്യൂ ചെയ്തിട്ടാണ് റിഡംഷൻ നടത്താൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ജേണൽ എൻട്രി നോക്കാം. നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രൊവിഷൻസ് പറഞ്ഞപ്പോൾ ദ ഷെയർസ് ടു ബി റെഡീം മസ്റ്റ് ബി ഫുള്ളി പെയ്ഡ് അപ്പ്. നമ്മൾ റെഡീം ചെയ്യേണ്ട ഷെയർസ് എപ്പോഴും ഫുള്ളി പെയ്ഡ് അപ്പ് ആകും. അപ്പോൾ ഇൻ കേസ് അത് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ആണെങ്കിൽ നമ്മൾ ആദ്യം അതിനെന്ത് ചെയ്യണം, ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആക്കണം. അതിനുള്ള എൻട്രിയാണ് ആദ്യം എഴുതേണ്ടത്. പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇപ്പോൾ സെക്കൻഡ് കോൾ വരെ നടത്തി, ഫൈനൽ കോൾ നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫൈനൽ കോളും കൂടെ നടത്തും. അപ്പോൾ വരുന്ന എൻട്രി പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇനി ആ എമൗണ്ട് എന്ത് ചെയ്യും, ബാങ്കിലേക്ക് വരും. അപ്പോൾ എന്താ എൻട്രി വരിക, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഈ പാർട്ട്ലി പെയ്ഡപ്പിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കി, കോൾ മണി വിളിച്ചും കൊണ്ട്. നെക്സ്റ്റ് എൻട്രി വരുന്നത് കമ്പനി പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണ്, റിഡംഷന് വേണ്ടിയിട്ട് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണ്. അപ്പോൾ വരുന്ന എൻട്രി എന്ന് പറയുന്നത്, ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് പാറിലാണെങ്കിൽ. ഇനി ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ ഇത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതാനായിരുന്നു പഠിച്ചത്. അല്ല, ഇഷ്യൂ ചെയ്യുമ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് അക്കൗണ്ട് ആയിട്ടായിരുന്നു എഴുതാൻ പഠിച്ചത്. ഇവിടെ നമ്മൾ ഒരുമിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഇനി റിഡംഷൻ്റെ എൻട്രിയാണ് എഴുതേണ്ടത്. റിഡീം ചെയ്യുന്നത് പാറിലാണെങ്കിൽ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡ്യൂ ആവുന്ന എൻട്രി. ഇനി നെക്സ്റ്റ് എഴുതുന്നത് റിഡംഷൻ നടക്കുന്ന എൻട്രി എന്താ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇനി നമ്മൾ റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ എന്താ എൻട്രി വരിക, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രീമിയം ഓർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ അക്കൗണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രീമിയം പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നോ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ എൻട്രി ആദ്യം എഴുതിയത്. തിയറി പാർട്ട് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്.
നെക്സ്റ്റ് എഴുതേണ്ട എൻട്രി ഡ്യൂ ആവുന്ന എൻട്രിയാണ്. പ്രീമിയത്തിലാണ് നമ്മൾ റെഡീം ചെയ്യുന്നത്. അപ്പോൾ എന്താ എൻട്രി വരിക? റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റോ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ അക്കൗണ്ട് ഡെപ്റ്റോ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇനി ഇത് നമ്മൾ റെഡീം ചെയ്യുമ്പോഴുള്ള എൻട്രി എന്താണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റോ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് തിയറി പാർട്ട് വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്